ഒരു ഫാമിലി ട്രിപ്പായിട്ട് തിരുപ്പതി വരെ പോവാണ്. ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു എല്ലാവരും ഫാമിലിയൊക്കെ കൂടിയിട്ട് ഒരു യാത്ര പോകുന്നത്. യൂഷ്വലി നമ്മൾ തന്നെ അല്ലേ ട്രാവലൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഫാമിലി ഫുൾ കൂടി ജോയിൻ ചെയ്ത് പോകുന്നു. എനിക്ക് പേഴ്സണലി ഇത് വളരെ എമോഷണൽ ആയ ഒരു ജേർണിയാണ്. കാരണം നമ്മളുടെ വിഹാണ്ടമൊട്ടടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരുപ്പതി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ വിചാരിച്ചു നോക്കില്ല നമ്മൾ തിരുപ്പതി പോയിട്ടാണ് നമ്മൾ വിഹാണ്ടമൊട്ടടിക്കുമെന്ന്. എനിക്ക് വളരെ ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്തത്. രാവിലെ 4:30 ഒക്കെ തിരുപ്പതി നമ്മൾ റീച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ടി.ടി.ഡിയുടെ കോംപ്ലക്സ് ശ്രീനിവാസ കോംപ്ലക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ അവിടെ തന്നെ ചായ കുടിക്കാനുള്ള സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ചു. ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ തിരുപ്പതി എത്തി. തിരുമല പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ കാണുന്ന സുമോളാണ് പോകാൻ പോകുന്നത്. അവർ പറയുന്നത് ഒരു 10 പേരായാലേ കൊണ്ടുപോകുള്ളൂ എന്ന്. നമ്മളിപ്പോൾ എത്ര പേരുണ്ട്? നമ്മൾ 6 പേരുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ 3 പേര് അറ്റ്ലീസ്റ്റ് വരണം എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് അവരും കൂട്ടിയിട്ടാണ് നമ്മൾ പോകണ്ടാവുള്ളൂ. അവിടെ എത്തിയിട്ടുള്ള വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ. അവർ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, കുഴപ്പമില്ല, ഇപ്പോൾ 10 ആൾക്കാരുണ്ടെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ട് പോകണം, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് പോവാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ പറഞ്ഞു. തിരുപ്പതിയിൽ നിന്ന് തിരുമലയ്ക്ക് പോവാൻ ഞങ്ങൾ ആലപ്പിരി റോഡ് വഴിയാണ് പോയത്. ഇത് അപ്രോക്സിമേറ്റ് 18 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉള്ളതും വളരെയധികം ഹെയർ പിൻ ബെൻസും സീനിക് വ്യൂസും ഉള്ള ഒരു റോഡാണ്. ഘാട്ട് റോഡിൽ എൻ്റർ ചെയ്ത ഉടൻ നമ്മൾക്ക് ആലപ്പിരി ചെക്ക് പോസ്റ്റിൽ സ്ട്രിക്റ്റ് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. എല്ലാ വെഹിക്കിൾസും ചെക്ക് ചെയ്യും, നമ്മുടെ ലഗേജസ് സ്കാൻ ചെയ്യും. പിന്നെ ആ സ്ഥലം ഒരു സീക്രട്ട് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ആൽക്കഹോൾ, ടൊബാക്കോ, നോൺ വെജിലെ ഏത് ഐറ്റംസും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ സ്പീഡ് ലിമിറ്റിലും സ്ട്രിക്റ്റ് ആണ്. 45 മിനിറ്റ്സിൻ്റെ ഉള്ളിലെത്തിയാലും ഫൈനൊക്കെ ആണ്. പിന്നെ അതിന് അവർ മോണിറ്റർ ചെയ്യാൻ ക്യാമറാസും ഉണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ തിരുമലയുടെ ഹിസ്റ്ററിയും സ്പിരിച്വൽ സ്റ്റോറീസും ഒക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഉള്ള ജേർണി കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ഡ്രൈവർ പറഞ്ഞതുപോലെ തിരുമലയുടെ ആക്ച്വലി 7 ഹിൽസ് ആണ്. ഈ 7 ഹിൽസിനെ ശേഷചാലം ഹിൽസ് എന്നാണ് പറയുന്നത്. ആൻഡ് അത് ആദിശേഷന്റെ 7 ഹെഡ്സ് ആയിട്ടാണ് ബിലീവ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് ലിംഗം പോലെയുള്ള റോക്ക് ഫോർമേഷൻ നിങ്ങൾക്ക് കാണും. അതേപോലെ തന്നെ നമ്മൾ വേറെ റൂട്ട് എടുക്കുമ്പോൾ ഈഗിൾ ഷേപ്ഡ് ഉള്ള റോക്ക് ഫോർമേഷൻ കാണുമെന്ന് നമ്മളുടെ ഡ്രൈവർ എക്സ്പ്ലെയിൻ ചെയ്തു. തിരുമല റീച്ച് ആയതിനു ശേഷം ഫസ്റ്റ് ഞങ്ങൾ പോയത് ARP കൗണ്ടറിലേക്കാണ്. ഞങ്ങൾ ഓൾറെഡി ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കൺഫേം ചെയ്യാനാണ് നമ്മൾ ARP കൗണ്ടറിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് അവിടെ അവർ റൂം ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യും, പിന്നെ ID ചെക്ക് ചെയ്യും. അതിൻ്റെ പിന്നെയാണ് നമുക്ക് റൂം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. TTDയുടെ നിറയെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. സോ ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ബുക്ക് ചെയ്തത് ഗസ്റ്റ് ഹൗസ് നമുക്ക് അറിയില്ല. സോ അവർ സിസ്റ്റമിൽ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് ഏത് ഗസ്റ്റ് ഹൗസ് ആണോ അത് നമ്മളുടെ രജിസ്റ്റർ മൊബൈൽ നമ്പറിലോട്ട് SMS ആയിട്ട് അയക്കും. സോ അതിൽ റൂം അലോട്ട്മെൻറ്റ് ആയ ഗസ്റ്റ് ഹൗസിൽ ഡീറ്റെയിൽസിൽ മെൻഷൻ ചെയ്തിരിക്കും. അങ്ങനെ നമ്മൾ SMS കിട്ടിയതിന് ശേഷം ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി റൂം ചെക്ക് ഇൻ ചെയ്തു. ഇത് തുറക്ക. റൂം ചെക്ക് ഇൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഫുഡ് ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് ഫ്രഷ് ആയിട്ടാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ നല്ല റീസണബിൾ പ്രൈസിലായിരുന്നു അവർ തന്നത്. അതാണ് നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. അവിടെ കണ്ടാൽ നമ്മളുടെ തിരുപ്പതി കാണാം.
ട്രഡീഷൻ പ്രകാരം മെയിൻ ദർശനം മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് പോയത് വരാഹസ്വാമി ടെമ്പിളിലോട്ടാണ്. വരാഹസ്വാമിയാണ് വെങ്കടാചലപതിന് സ്ഥലം തന്നത്. അങ്ങനെന്നൊരു ബിലീഫ് ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ വരാഹസ്വാമിനെയാണ് നമ്മൾ തൊഴുകാൻ വരും. അവിടെ ഫ്രീ ആയിട്ട് പെരുമാളുടെ തിലക്കൊക്കെ വെക്കണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും വിഹാനും അമ്മയും ഒക്കെ തിലക്ക് വെച്ചു. മെയിൻ ദർശനം ഞങ്ങൾ അപ്രോക്സിമേറ്റ് 5 hours വെയിറ്റ് ചെയ്തു പെരുമാളിനെ കാണാൻ. ടെമ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്താൽ മതി. അവർ തന്നെ നമ്മൾ പുഷ് ചെയ്തിട്ട് ഉള്ളിൽ വരെ കൊണ്ടുപോകും. അതേപോലെ പുറത്ത് നമ്മൾ കൊണ്ടുവന്നേക്കും. അത്രയും തിരക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു നിമിഷം നമ്മൾ പെരുമാളിനെ കാണുമ്പോൾ എല്ലാം മറന്നു പോകും. ശരിക്കും മെസ്മറൈസ്ഡായി. അതുവരെ ഉള്ള വെയിറ്റ് നമുക്കത് വേർത്തായിട്ടാണ് തോന്നുന്നത്. ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അന്നദാനം കഴിക്കാൻ പോയി. നല്ല ഫുഡായിരുന്നു. ഇവിടെയാണ് നമ്മുടെ വാവയുടെ മൊട്ടടിക്കാൻ പോകുന്നത്. വിഹാൻ എവിടെ? വിഹാൻ, എൻ്റെ വിഹാന്റെ ലാസ്റ്റ് മുടിയുള്ള ഇതാണ്. ചെരുപ്പിടാൻ പാടില്ലേ? ഞാൻ എൻ്റെ മൊട്ടച്ചാൻ പോണ കുഞ്ഞിപ്പാപ്പു വിഹാൻ. ലാസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാരും ഇങ്ങനെ നോക്കാൻ പോണ്ടാണ്. அங்க போய் உட்காரும் போதே அவனுக்கு தெரிஞ்சிடும். ഫൈനലി മൊട്ടയൊക്കെ അടിച്ചു. നല്ല കരച്ചിലായിരുന്നു വിഹാൻ പേടിച്ചു പോയി. അവൻ്റെ പേടിയിൽ ഞങ്ങളെല്ലാവരും പേടിച്ചു. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ വന്ന് നോക്കാൻ വന്നു. എന്താ അത്, ആരാ ഈ കുട്ടി, എന്തിനാ ഇങ്ങനെ ശബ്ദം ഇടുന്നതെന്ന് പറഞ്ഞിട്ട്. നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു ഞങ്ങൾക്ക്. ഈ ഫസ്റ്റ് കാണുന്ന 6 സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. നമ്മൾ വന്നിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ആർക്കിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി പാക്കേജായിട്ട് പോവാൻ നമ്മൾക്ക് പെർ പേഴ്സൺ ഒരു 200 ആയി. ഞങ്ങൾക്ക് 3 hours ജേർണിയാണ്. ഈ 6 സ്ഥലവും നമുക്ക് കാണിച്ചു തരും. ഇത് മംഗൂസ്. ഇത് കല്ലില് കാർ ചെയ്തതാണ്. കൂക്കു ബേർഡാ? ഡേ ഏതേതോ சொல்றியடா. കൂക്കു ബേർഡ് தானா? അടാ പാവി, എല്ലാത്തിനും ഓരോരോ പേര് പറയാൻ പോണ്ടോ നീ? ആ, ഈ ഫോക്സ് ഇല്ലടാ, വേറേതോടാ അത്. വേറേതോ ഇല്ല, സ്കുറിലും ഇല്ല. അത് വേറെന്തോ സംഭവം. ഇല്ലടാ അത് വേറെ. അയ്യോ, പെട്ടെന്ന് പോണം. വല്ലടിക്കും. എവിടെ പോയാലും നമുക്ക് വള്ളം അടിച്ചോണ്ടിരിക്കണ്ടേ. ഗൂസ്, ഡക്ക് അവിടെ. ഇത് ഗൂസ് അല്ലേ? ഇത് ഗൂസ്. അവിടെ ഒരു ഡക്ക് ഉണ്ട്. അത് കേട്ടപ്പില്ലേരാ? നോക്ക് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ ഇവിടെ എടുക്കാണ്ട്. നൈറ്റ് നല്ല വൈബായിട്ടുണ്ടായിരുന്നു. പാട്ടും ലൈറ്റ്സും ആൾക്കാരും ഇറക്കുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോ വിഹാനാണ് ഏറ്റവും എൻജോയ് ചെയ്തത് ഞങ്ങളെ കാട്ടിലും. വിഹാൻ ശരിക്കും ഒരു ജ്വല്ലാണ്. എവിടെ പോയാലും അവന് പെട്ടെന്ന് ഫ്രണ്ട്സ് കിട്ടും. ഞാൻ ആക്ച്വലി അച്ഛൻ ഫോട്ടോ എടുക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് എല്ലാവരെയും ചേർത്ത് നിൽക്കാൻ പറഞ്ഞു.
പക്ഷെ അച്ഛൻ വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സാരമില്ല, നല്ലതായി, ഞങ്ങൾക്കൊരു വീഡിയോയും കിട്ടി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ തിരുമലയിൽ നിന്ന് തിരുപ്പതി പോയി. പിന്നെ ബാക്കിയുള്ള 4 സ്ഥലം, അത് തിരുപ്പതിയിലുള്ള സ്ഥലം നമ്മൾ കവർ ചെയ്തു. ഫസ്റ്റ് വൺ ഇസ്കോൺ ടെമ്പിൾ പോയി, പിന്നെ കപിലതീർത്ഥം പോയി, പിന്നെ ഗോവിന്ദരാജ ടെമ്പിൾ ആൻഡ് പദ്മാവതി അമ്മ ടെമ്പിൾ. ഈ 2 ടെമ്പിളിലും നമ്മൾ ഫോൺ എടുത്തിട്ട് പോകാൻ പാടില്ല. സോ അതുകൊണ്ട് നമ്മൾ അത്ര അതിൻ്റെ ഒക്കെ വീഡിയോസ് എൻ്റെ ഇതിൽ കാണുന്നില്ല. ഈ ഇപ്പോൾ കാണുന്നതാണ് കപിലതീർത്ഥം. ഇത് നല്ല മെസ്മറൈസിങ് ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വെള്ളമൊക്കെ അത്ര പ്യുവറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ഫ്രം ഐശ്വര്യ.